എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു 3 months വരെയുള്ള ബേബീസിന് അത്യാവശ്യം നമ്മൾ എന്തൊക്കെയാണ് കയ്യിൽ കരുതേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതായത് ഇപ്പം എൻ്റെ മോന് 2 മാസം ആവാറായി. അപ്പോൾ എനിക്ക് അത്യാവശ്യമാണെന്ന് തോന്നുന്ന കുറച്ച് പ്രൊഡക്ട്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഞാൻ എന്നും പറയുന്ന പോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വാങ്ങിക്കേണ്ട ഒരു സംഭവമാണ് ഇതുപോലുള്ള ഒരു ബ്ലാങ്കറ്റ് കേട്ടോ. ഇതങ്ങനെ കട്ടിയുള്ള ബ്ലാങ്കറ്റ് അല്ല, പക്ഷെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്ലാങ്കറ്റ് ആണ് കേട്ടോ. നമ്മുടെ ബേബീസിന് കിടക്കാനൊക്കെ ഭയങ്കര സുഖമായിരിക്കും. ഇപ്പോൾ ഇവിടെ നിച്ചുട്ടന് ഞാൻ ബെഡിൽ കിടത്തുമ്പോൾ ഇതിൽ കിടത്തിയിട്ടാണ് കേട്ടോ കിടത്താറ്. അതുപോലെ നമുക്ക് പുതപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഇതൊരു കോർണറായിട്ട് വെച്ചിട്ട് നമ്മൾ തലഭാഗം ഇവിടെ വെച്ച് ഈ 2 സൈഡും കൂടി നമുക്ക് ഈ സ്വാഡിൽ ചെയ്യില്ല, അതുപോലെ നമുക്ക് പുതച്ചു കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബ്ലാങ്കറ്റ്. ഭയങ്കര സോഫ്റ്റ് ആണ്. അവന് മാത്രമല്ല എനിക്കും ഇഷ്ടമാണ് കേട്ടോ. കാരണം നമ്മളിങ്ങനെ ഉറങ്ങുമ്പോഴൊക്കെ ജസ്റ്റ് ഇതിൽ കൈ ഇങ്ങനെ വെച്ച് കിടക്കുമ്പോൾ ഭയങ്കര ഒരു സുഖമാണ്. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തുണിയാണ് കേട്ടോ. നമ്മളിപ്പോൾ തിരുമ്പി കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അങ്ങനെ നമ്മുടെ ഈ ഒരു കമ്പിളി അങ്ങനത്തെ ടൈപ്പ് അല്ല, അത്രയും ഹെവി അല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്ലാങ്കറ്റ് ആണ് കേട്ടോ. നല്ല ക്യൂട്ട് പ്രിന്റ്സ് ഒക്കെ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്ലാങ്കറ്റ് ആണ് ഇത്. അപ്പം ഇത് നമ്മൾ ഒന്ന് വാങ്ങിച്ചു വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കിടന്നുറങ്ങാനൊക്കെ ആയിട്ട്. നല്ല കംഫർട്ടായിട്ട് അവർ ഇതിൽ കിടന്നുറങ്ങും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. സെക്കൻഡ് പ്രൊഡക്റ്റ് വന്നിട്ട് ഇതുപോലുള്ളൊരു സ്വാഡിൽ റാപ്പാണ് കേട്ടോ. ഞാൻ നമ്മുടെ സില്ലു കൊണ്ട് ക്ലോത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഹോൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ അത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് രാത്രി അവർക്ക് ഉറങ്ങുമ്പോൾ ഇതിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര കംഫർട്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എടുക്കാനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. കാരണം കുഞ്ഞു കുട്ടികളാകുമ്പോൾ നമുക്ക് എടുക്കാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ സ്വാഡിൽ ഇങ്ങനെ പൊതിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഇങ്ങനെ ഒരു പേടി തോന്നില്ല. അപ്പോൾ അങ്ങനെ എടുക്കാനായിട്ട് പറ്റും ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് രാത്രി ഉറങ്ങുമ്പോൾ ഭയങ്കര സുഖമായിരിക്കും. ഇതിങ്ങനെ ഒരു സ്ട്രാപ്പാണ് കേട്ടോ, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു നല്ലൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചത് 0 to 3 months വരെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. അത്രയും വലുപ്പമുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബേബിക്ക് യോജിച്ചത് ചൂസ് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് ആമസോണിലാണെങ്കിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ഇത് ഞാൻ വാങ്ങിച്ചത് സില്ലു വണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. അപ്പോൾ അത് പക്ഷെ അഫോർഡബിൾ ആയിട്ട് തോന്നി എനിക്ക് ഈ ഒരു സ്വാഡിൽ റാപ്പ് കേട്ടോ. നമ്മൾ വാഷ് ചെയ്താലൊന്നും ഇതിൻ്റെ പ്രിൻ്റൊന്നും പോവില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞു ബേബീസിൻ്റെ ഉടുപ്പിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കെട്ട് വരുന്ന നമ്മുടെ ജബ്ലാസ് ടൈപ്പ് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ അതെനിക്ക് ഒട്ടും യൂസ്ഫുൾ ആയി തോന്നിയില്ല. കാരണം നമ്മൾ അതിട്ട് കഴിഞ്ഞാൽ അവർക്ക് ബാക്കിലേക്ക് കെട്ടുകയാണെങ്കിലും അവർക്ക് അത്ര കംഫർട്ട് ആവില്ല. അതുപോലെ ഫ്രണ്ടിലേക്ക് കെട്ടുകയാണെങ്കിലും ആകെ 2 ടൈ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ടൊക്കെ കിടക്കും. അപ്പോൾ നമുക്ക് കാണുമ്പോഴാണെങ്കിലും അവർക്കും അതത്ര നന്നായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടി എനിക്ക് നന്നായി തോന്നിയത് ഇതുപോലുള്ള കുഞ്ഞ് ടോപ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഫ്രണ്ടിൽ ബട്ടൺസ് വരുന്ന ടോപ്പുകൾ. ഇങ്ങനത്തെ ടോപ്പുകൾ, അതായത് ഇങ്ങനത്തെ കുറച്ച് ടോപ്സ് വാങ്ങിക്കുകയായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ ഷോൾഡറിൽ ടൈ വരില്ലേ, അതുപോലത്തെ കുഞ്ഞുടുപ്പുകൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അതുപോലത്തെ ഇങ്ങനത്തെ ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ഈ ഫ്രണ്ടിൽ ഇങ്ങനെ കെട്ട് വരുന്ന ഉടുപ്പിനെക്കാട്ടിലൊക്കെ നല്ലത് ഇങ്ങനത്തെ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പുമാണ് കേട്ടോ. ഇങ്ങനെ ഷോൾഡറിൽ കെട്ട് വരുന്ന ടൈപ്പുമാണ് എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയിട്ടുള്ളത്, കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചതിൽ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇതെല്ലാം യൂസ്ഫുൾ ആയത് തന്നെയാണ്, എന്നാലും അതിനേക്കാൾ കുറച്ചും കൂടി യൂസ്ഫുൾ ആയത് ഈ ഒരു റോംബറാണ് കേട്ടോ. ഞാൻ നമ്മുടെ എറണാകുളം ബ്രോഡ്വേന്ന് വാങ്ങിച്ചതാണ്. അതിൻ്റെ ഒരു ഹോൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. ഇങ്ങനത്തെ 2 റോംബേഴ്സാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അത് രണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയി. കാരണം നിച്ചുട്ടനെ എങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി ഉറങ്ങുമ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് ഉറങ്ങാനാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. ഭയങ്കര കംഫർട്ടാണ് ആള്. അതുപോലെ നമുക്ക്
കാണാനാണെങ്കിലും ഭയങ്കര രസമാണ്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു റോംബർ. അപ്പോൾ റോംബർ 2-3 വാങ്ങിച്ചു വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതുപോലത്തെ ഇങ്ങനത്തെ അതായത് ടോപ്സും ഈ ഫ്രണ്ടിൽ ബട്ടൺസ് വരുന്നതോ അല്ലെങ്കിൽ ഷോൾഡറിൽ ടൈ വരുന്നതോ മറ്റേ ഫ്രണ്ടിൽ ഇങ്ങനെ വരുന്ന ജബ്ലാസ് ടൈപ്പ് വാങ്ങിക്കാതിരിക്കുകയായിരിക്കും നല്ലത്. എനിക്കത് യൂസ്ഫുൾ ആയി തോന്നിയില്ല, കാരണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കത് യൂസ്ഫുൾ ആയി തോന്നിയില്ല. നമ്മൾ ഒരു വാഷ് കഴിഞ്ഞാൽ അത് ഞാൻ ബനിയൻ ടൈപ്പാണ് വാങ്ങിച്ചത് കേട്ടോ. അതിപ്പോൾ ഒരു വാഷ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇങ്ങനെ ചുരുങ്ങിപ്പോവും. അപ്പോൾ എനിക്കത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല. എനിക്ക് ഇതാണ് കുറച്ചും കൂടി കംഫർട്ടായിട്ടും യൂസ്ഫുൾ ആയിട്ടും തോന്നിയത് കേട്ടോ. പിന്നെ എനിക്ക് യൂസ്ഫുൾ ആയി തോന്നിയ ഒരു സംഭവമാണ് ഈ ഒരു വെറ്റ് വൈപ്സ് കേട്ടോ. ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മമ്മി പോക്കാൻ്റെ ആണ്. പിന്നെ മദർസ് ഫാഷൻ്റെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മൈലോൻ്റെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം വാട്ടർ ബേസ് ആയിട്ടുള്ള വൈപ്സ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വൈപ്സും നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്നത് നന്നായിരിക്കും. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഒരു വെറ്റ് വൈപ്സ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ വെറ്റ് വൈപ്സ് ചൂസ് ചെയ്യുമ്പോൾ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള വെറ്റ് വൈപ്സ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു മമ്മി പോക്കോൻ്റെ വെറ്റ് വൈപ്സും അത്യാവശ്യം നല്ലൊരു വെറ്റ് വൈപ്സ് ആണ്. അതുപോലെ തന്നെ ഞാൻ മദർസ് ഫാഷൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്, അതും നല്ലതാണ്. പിന്നെ മൈലോൻ്റെ ആണെങ്കിലും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ 3 വൈപ്സ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് 3 എനിക്ക് നന്നായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു എന്താ പറയുക വെറ്റ് വൈപ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. പിന്നെ നമ്മൾ വാങ്ങിക്കേണ്ട ഒരു സംഭവമാണ് ഇങ്ങനത്തെ ഒരു നെയിൽ കട്ടർ കേട്ടോ. ഇത് നെയിൽ സിസർ ആണ്. നമ്മുടെ ബേബീസിന്റെ നെയിൽസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ടൈപ്പാണ് വരുന്നത്. ഇത് ആക്ച്വലി ഞാൻ വാങ്ങിച്ചത് നിവിക്കുട്ടനെ ഉള്ളപ്പോഴാണ് കേട്ടോ. നിവിക്കുട്ടന് വേണ്ടിയിട്ട് 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ സിസർ തന്നെ. അപ്പോൾ ഒന്ന് ഞാൻ നിവിക്കുട്ടനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്ന് യൂസ് ചെയ്യാതെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിപ്പോൾ നിച്ചുട്ടനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിച്ചുട്ടന് ഒരു 2-3 ദിവസം പ്രായമുള്ളപ്പോൾ തന്നെ ഞാൻ കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, നെയിൽസ് കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. കാരണം അവൻ എപ്പോഴും ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മുറിവ് വരുമല്ലോ പെട്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 3 ദിവസം പ്രായമുള്ളപ്പോൾ തന്നെ ഞാൻ നമ്മുടെ നഖം വെട്ടിക്കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മിറ്റൻസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിറ്റൻസ് നിങ്ങൾ നെയിൽ കട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മിറ്റൻസ് വാങ്ങിക്കായിരിക്കും കുറച്ചും കൂടി നല്ലത്. അല്ലെങ്കിൽ ഫുൾ അവരിങ്ങനെ മാന്തി മുറിയാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ആക്കുമ്പോൾ നല്ല നെയിൽസ് ഉണ്ടാവുമല്ലോ നമ്മുടെ ബേബീസ് ജനിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നെയിൽ കട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മിറ്റൻസ് ഒക്കെ വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, 1-2 ദിവസം ഞാൻ യൂസ് ചെയ്തു. പിന്നെ ഞാൻ നഖം വെട്ടിക്കൊടുത്തതിന് ശേഷം ഞാനത് യൂസ് ചെയ്തിട്ടില്ല. അപ്പം നഖം ഉണ്ടാവുന്നതിനനുസരിച്ച് ഞാനിപ്പോൾ അത് വെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പം മിറ്റൻസ് എനിക്ക് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ആകെ 2 ദിവസം മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾ നഖം വെട്ടി കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മിറ്റൻസ് എന്തായാലും വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഡയപ്പേഴ്സ് നോക്കാം. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് നിച്ചുട്ടൻ ജനിച്ച സമയത്ത് പാമ്പേഴ്സിൻ്റെ ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് അതായത് മോമി പോക്കോ പാൻസിൻ്റെ ഡയപ്പറാണ് കേട്ടോ. ഇത് നല്ല സോഫ്റ്റും ആണ്. അങ്ങനെ റാഷസ് ഒന്നും വലിയ രീതിയിൽ എനിക്ക് നിച്ചുട്ടിന് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡയപ്പർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ നൈറ്റ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഡേ ടൈമിൽ ഞാൻ നമ്മുടെ എന്താ പറയുക ക്ലോത്ത് ഡയപ്പേഴ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതും നല്ലൊരു ഈ ഒരു മമ്മി പോക്കോൻ്റെ നല്ലൊരു ഡയപ്പറായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ നമ്മുടെ ഡേ ടൈമിൽ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ക്ലോത്ത് ഡയപ്പറാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ എന്താ പറയുക ടോഡ്ലർ തിങ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അവർക്ക് വെബ്സൈറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കി, അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. ഇത് നമുക്ക് ഒരു 2.5 kg തൊട്ടിട്ട് 7 kgs വരെ വെയിറ്റ് വരുന്നവരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡയപ്പറാണ് കേട്ടോ. ഇതിങ്ങനെ എലാസ്റ്റിക് വരുന്ന ഡയപ്പറാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു 5 hours വരെ ഞാൻ നിച്ചുട്ടിന് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ഞാൻ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത്രയും എന്താ പറയുക ഒരു കപ്പാസിറ്റി ഉള്ള സംഭവമാണ് കേട്ടോ ഈ ഒരു ഡയപ്പർ. ഇത് നന്നായിട്ട് തോന്നി. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ക്ലോത്ത് ഡയപ്പർ കേട്ടോ, ടോഡ്ലർ തിങ്ങിൻ്റെ. പിന്നെ നമുക്ക് വേണ്ടത് പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു പാസിഫയർ കേട്ടോ. ഇത് ചിക്കുവിൻ്റെ പാസിഫയർ ആണ്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ നിച്ചുട്ടൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 10 to 15 minutes നെക്സ്റ്റ് ഫീഡിന് വരും. അപ്പോൾ വയറ് ഫുള്ളായിട്ടായിരിക്കും. നമ്മുടെ ബേബീസിന് അറിയില്ല അവരുടെ വയറ് ഫുള്ളാണ്. അപ്പോൾ നമ്മളാണല്ലോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് അത് തടയേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചൊരു സംഭവമാണ് ഈ ഒരു പാസിഫയർ. ഇത് ചിക്കുവിൻ്റെ ആണ്. ചിക്കുവിൻ്റെ കുറച്ചും കൂടി എനിക്ക് നന്നായി തോന്നിയിട്ടോ. കാരണം ആ ഒരു നിപ്പിളിൻ്റെ ഭാഗത്ത് നമ്മുടെ ബേബീസിന് അധികം
എന്താ പറയുക ഇങ്ങോട്ട് ഇറങ്ങി പോവാത്ത രീതിയിൽ ചെറിയൊരു ഇതാണ് കേട്ടോ ഈ ഒരു ചിക്കുവിൻ്റെ വരുന്നത്. അത്ര എന്താ പറയുക വലുതല്ല. അപ്പം അതുകൊണ്ട് അവർക്ക് ഇങ്ങനെ വായിലിട്ട് ഇതാക്കാനാണെങ്കിലും കുഴപ്പമില്ല. അപ്പം ഇതിന് കൂടെ തന്നെ ഒരു ബോക്സും വരുന്നുണ്ട്. അപ്പം ഇതിലിട്ട് വെച്ചാൽ മതിയല്ലോ. ചിക്കുവിൻ്റെ മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഒരു ബോക്സ് വരുന്നത്. അപ്പം അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഞാൻ ഈ ഒരു പാസിഫയർ. അങ്ങനെ കൂടുതലായിട്ട് ഞാൻ യൂസ് ചെയ്യില്ല, അത്യാവശ്യം വരുമ്പോൾ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ചിക്കുവിൻ്റെ കേട്ടോ. നല്ലൊരു പാസിഫയർ ആണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇങ്ങനെ ഒരു തെർമോമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്നത്. ഇത് ഞാൻ നിവിക്കൂട്ടൻ ഉള്ളപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇത് കേടൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാനിത് നിച്ചുട്ടനും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു തെർമോമീറ്റർ നമ്മൾ കയ്യിൽ വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും, ഞാൻ ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ബേബി ഗോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ബ്രസ്റ്റ് പമ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഓട്ടോമാറ്റിക് ബ്രസ്റ്റ് പമ്പാണ്. 2 ബ്രസ്റ്റിൽ നിന്ന് നമുക്ക് അറ്റ് എ ടൈം പമ്പ് ചെയ്തെടുക്കാം. നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബ്രസ്റ്റ് പമ്പാണ് കേട്ടോ. ആമസോണിൽ നോക്കുമ്പോൾ അത്യാവശ്യം അഫോർഡബിൾ, ഒരു 2000 ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു ബ്രസ്റ്റ് പമ്പാണ്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ കുറേ എന്താ പറയുക കാശൊന്നും മുടക്കിയിട്ട് ബ്രസ്റ്റ് പമ്പ് വാങ്ങിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം അഫോർഡബിൾ, 2000 റേഞ്ചിൽ വരും. നമ്മുടെ കാര്യം നമ്മുടെ പർപ്പസ് നടക്കും ചെയ്യും. അങ്ങനെ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യാന്നൊക്കെ ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യാം. അല്ലാതെ നമുക്ക് പിന്നെ വെറുതെ വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ബേബി ഗോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ബ്രസ്റ്റ് പമ്പാണ്. പിന്നെ എനിക്ക് നല്ല യൂസ്ഫുൾ ആയ ഒരു സംഭവമാണ് ഈ ഒരു ക്യാരി ബാഗ് കേട്ടോ, ബേബി ക്യാരി ബാഗ്. അപ്പോൾ ഇതിലാണ് ഞാൻ നിച്ചുട്ടനെ അതായത് പ്രസവിച്ചത് തൊട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിലും ഒക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ. അതുപോലെ തന്നെ നിച്ചുട്ടൻ ജനിച്ച സമയത്ത് ഇതിലിങ്ങനെ കടന്നിട്ട് ഹോസ്പിറ്റലിലൊക്കെ ഇതിലിങ്ങനെ കടന്നിട്ട് നമ്മൾ വീട്ടിൽ വന്നപ്പോഴും 2 3 ദിവസമൊക്കെ ഇതിൽ തന്നെ ആയിരുന്നു ആൾ കംഫർട്ടായിട്ട് കിടന്നിട്ടുണ്ടായിരുന്നത്. വേറെ എവിടെയെങ്കിലും കിടത്തി കഴിഞ്ഞാൽ ആൾ ഉറങ്ങില്ല. അപ്പം അങ്ങനെ ആയിരുന്നു. അപ്പം ഇത് നമുക്ക് വാഷ് ചെയ്യാനും പറ്റുന്ന ബേബി ക്യാരി ബാഗാണ് കേട്ടോ. വാഷ് ചെയ്ത് ഉണക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, നല്ല ഒരു ക്യാരി ബാഗാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ബ്രോഡ്വേ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ന്യൂലി മദേഴ്സ് ആയ ആൾക്കാരാണെങ്കിൽ അച്ഛന്മാർ, അതായത് അച്ഛനും അമ്മയ്ക്കൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എടുക്കാൻ ഇങ്ങനെ ബേബീസിനെ എടുക്കാനൊക്കെ അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാരി ബാഗിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനായിട്ട് ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൊരു സംഭവമാണ് ഇതുപോലുള്ളൊരു ഫീഡിംഗ് ബോട്ടിൽ കേട്ടോ. ഇത് ആൻറ്റി കോളിക് ഫീഡിംഗ് ബോട്ടിലാണ്. ഇത് ഫിലിപ്സ് അവൻ്റെ ഫീഡിംഗ് ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ന്യൂ ബോൺസിന് വേണ്ടിയിട്ട് ഉള്ളതാണ്. അവർക്ക് ഫീഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടാണ്, ആൻറ്റി കോളിക് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്രസ്റ്റിൽ നിന്ന് സക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു ഫീഡിംഗ് ബോട്ടിൽ. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് 125 ml ഒരു ഫീഡിംഗ് ബോട്ടിലാണ്. ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി വലുപ്പമുള്ളതുകൊണ്ട്. അപ്പം ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളുടെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു 0 to 3 months വരെയുള്ള ബേബീസിന് നമ്മൾ അത്യാവശ്യമായിട്ടും കയ്യിൽ കരുതേണ്ട കാര്യങ്ങൾ കേട്ടോ. മെയിനായിട്ട് യൂസ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.